ഇജി ഇന്നിപ്പോൾ നമുക്ക് ആരാണ് MLA ആണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് MLA യുടെ വാക്കുകൾക്കായി. ഓക്കെ വിദ്യ, എന്റെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദിക്കയാണ്. നൗഷാദ് MLA ആണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ഈ ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ അതിന്റെ പ്രാതിനിധ്യമൊക്കെ വഹിക്കുന്ന നൗഷാദിക്ക ഒപ്പം ഒരു കലാകാരനാണ്, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്ക് കൊല്ലത്തെ ജനങ്ങളോട് എന്താണ് പറയാനെന്നുള്ളതൊക്കെ അദ്ദേഹം പറയും. ഇക്ക എങ്ങനെ ഉണ്ട് ഈ കലാമത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കും? ഇതിന്റെ ഓർഗനൈസിംഗ് സംഘാടകനും ഒക്കെ എങ്ങനെ പോകുന്നു? വളരെ ഭംഗിയായി പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ കൂട്ടം. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ. പരാതിരഹിതമായി 3 ദിനം പിന്നിടുകയാണ്. ഇനി 2 ദിനമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 50%-ത്തിലധികം 60% പൂർത്തിയാകുമ്പോഴും ഒരു പരാതിയുമില്ലാതെ 24 വേദികളിലായി മത്സരം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭക്ഷണം, ഫുഡ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ട്രാൻസ്പോർട്ടിംഗ് കമ്മിറ്റി, സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി എല്ലാവരും നന്നായി ഏകോപിച്ച് പ്രവർത്തനം നടത്തുന്നതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. കൊല്ലം കണ്ടതിൽ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് 62ാമത് ഈ സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്. ആശ്രാമം മൈതാനമാണ് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൈതാനം. ആ മൈതാനം നിറഞ്ഞു കവിയുന്ന സ്ഥിതിയാണ് നമ്മളിപ്പോൾ ഇന്നലെയും ഇന്നുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെയും മറ്റന്നാളും ഇതിന്റെ ഇരട്ടിയിലധികം ആളുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലംകാരോട് ഇങ്ങോട്ട് ആകർഷിക്കാൻ എന്താണെന്ന് പറയാനുള്ളത്? അവരെ എങ്ങനെ ഇങ്ങോട്ട് മാടി വിളിക്കുന്നു? അല്ല, മാടി വിളിക്കുന്നില്ല. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ ഇതിന് ഇല്ലത്തുത്സവം എന്നല്ലേ, ഇല്ലത്തുത്സവം എന്നാണല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തേക്ക് അത് മാത്രമല്ല, ഒരു പൊതുധാരണയുണ്ടായിരുന്നു, അത് മാറ്റിക്കുറിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കലോത്സവങ്ങളോടൊന്നും കൊല്ലത്തുകാർക്ക് വലിയ ആഭിമുഖ്യം ഇല്ല എന്നൊരു പരാമർശങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലാസ്നേഹികളുള്ള സ്ഥലം, കലയെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള സ്ഥലം കൊല്ലമാണെന്ന് ഇപ്പം തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വിഡ്ഢികൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കൊല്ലംകാരെ എന്താ പറയാ, ആസ്വദിക്കും, അർമാദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നൗഷാദ് പറഞ്ഞ പോലെ, അല്ലേ? എങ്ങനെയാണ് നൗഷാദ് ഒരു പാട്ട് പാടിക്കേ? നമ്മള് പാട്ട് പാടാൻ പറ്റിയ നൗഷാദ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ടെലിവിഷൻ ചർച്ചകളിലാണ്. ഈ നമുക്കറിയാം, ടെലിവിഷൻ ചർച്ചകളിൽ വന്നിട്ട് നമ്മുടെ പ്രതിപക്ഷ ബഹുമാനമൊക്കെ കാണിക്കണം, പക്ഷെ ചർച്ചയ്ക്ക് വന്ന അപ്പുറത്തിരിക്കുന്നവരെ നമ്മൾ കുറച്ചൊക്കെ അടിച്ചിരുത്തുകയും വേണം. എങ്ങനെയാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എങ്ങനെയാണ് ടെലിവിഷൻ ചർച്ചയിൽ തയ്യാറെടുത്ത് പോകുന്നത്? അല്ല, തയ്യാറെടുത്ത് പോകുകയല്ലോ, ഓരോ സബ്ജക്ട് ബേസ് ആണല്ലോ. അതെ അതെ അതെ. അതിൽ നമുക്കൊരു നിലപാടുണ്ട്, ഓരോ വിഷയത്തിലും ഒരു നിലപാടുണ്ട്. നമ്മുടെ നിലപാടുകൾ പറയുക എന്നുള്ളതാണ്, അല്ലാതെ എതിരാളികളോട് വഴക്കടിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ നിലപാട് എന്താണെന്നും അതിന്റെ ന്യായം എന്താണെന്നും നീതി എന്താണെന്നും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കൂടുതൽ തല്ലുപിടിക്കാനൊന്നും പോവില്ല. തല്ലുന്ന എന്തിനാണ്? നിലപാട് പറയും. നാക്കുകൊണ്ടുള്ള തല്ലാവാം, അത്രയും മതി. അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യം എന്താ? ഇല്ല ഇല്ല. എല്ലാവർക്കും ഒരേ ആശയമാകണമെന്നില്ല, ഒരേ അഭിപ്രായമാകണമെന്നില്ല. വ്യത്യസ്തങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഞങ്ങളിപ്പോ ഈ 62ാമത് സ്കൂൾ കലോത്സവം എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. പരസ്പരം മത്സരിക്കുകയാണ് മെച്ചപ്പെടുത്താൻ. ഓരോ കമ്മിറ്റിയെയും കവച്ചു വെക്കാനാണ് മറ്റൊരു കമ്മിറ്റി ശ്രമിക്കുന്നത്. ഓരോ സംഘടനകൾക്കാണ് ഓരോ കമ്മിറ്റിയെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും മത്സരിക്കുക. അത് ആരോഗ്യകരമായ മത്സരമാണ്. ഈ നാടിന് അത് ഗുണകരമാണ്. ഓക്കെ, എന്തായാലും ടെലിവിഷൻ ചർച്ചകളിൽ നൗഷാദിക്ക നിറഞ്ഞു നിൽക്കണം എന്ന് ആശ്വസിക്കുകയാണ്. നൗഷാദിക്കയുടെ ചർച്ചയൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾ